കൊല്ലം നഗരത്തെയാകെ ഭീതിയിലാഴ്ത്തി നഗരമധ്യത്തിൽ നടന്ന വയോധികന്റെ കൊലപാതക കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കടത്തിണ്ണയിൽ കിടന്നുറങ്ങിയ വയോധികനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഒരു സീരിയൽ കില്ലർ ആണോ എന്ന കടുത്ത സംശയത്തിലാണ് നിലവിൽ പോലീസ്. കൊല്ലപ്പെട്ടത് മുണ്ടക്കൽ സ്വദേശിയായ രാജേന്ദ്രൻ എന്ന വയോധികനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും പോലീസിന് ഇതുവരെയും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൊലപാതകം നടന്ന രീതിയും സാഹചര്യങ്ങളും ആഴത്തിൽ പരിശോധിച്ച പോലീസ് പ്രതിയെക്കുറിച്ച് വളരെ കൃത്യമായ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഈ അന്വേഷണമാണ് പോലീസിനെ മറ്റൊരു കൊലപാതക കേസിലേക്ക് കൂടി എത്തിച്ചിരിക്കുന്നത്. കൊല്ലം നഗരമധ്യത്തിൽ കടത്തിണ്ണയിൽ കിടന്നുറങ്ങുകയായിരുന്ന മുണ്ടക്കൽ സ്വദേശി രാജേന്ദ്രനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഒരു തമിഴ്നാട് സ്വദേശിയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നും മറ്റ് സാക്ഷിമൊഴികളിൽ നിന്നുമാണ് പ്രതിയെക്കുറിച്ചുള്ള ഈ നിർണായക വിവരങ്ങളിലേക്ക് പോലീസ് എത്തിയത്. ഈ കേസിന്റെ അന്വേഷണത്തിനിടയിലാണ് മാസങ്ങൾക്ക് മുൻപ് കൊല്ലം ജില്ലയിൽ തന്നെ നടന്ന മറ്റൊരു കൊലപാതകവുമായി ഇതിനുള്ള സാമ്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പാരിപ്പള്ളിയിൽ ഒഴിഞ്ഞുകിടന്ന പണി നടന്നുകൊണ്ടിരുന്ന ഒരു കെട്ടിടത്തിൽ രാത്രി ഉറങ്ങാൻ കിടന്ന രവീന്ദ്രൻ എന്നയാൾ കൊല്ലപ്പെട്ടിരുന്നു. ഈ രണ്ട് കൊലപാതകങ്ങളും ഒരേ ശൈലിയിലാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതാണ് പ്രതി ഒരു സീരിയൽ കില്ലർ ആണോ എന്ന കടുത്ത സംശയത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. കൊല്ലത്തെയും പാരിപ്പള്ളിയിലെയും കൊലപാതകങ്ങൾ തമ്മിലുള്ള സാമ്യം വെറുമൊരു യാദർച്ഛികതയല്ലെന്ന് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നു. രണ്ടിടങ്ങളിലും ഇരകളെ തിരഞ്ഞെടുത്തതും അവരെ ആക്രമിച്ച രീതിയും ഒന്നു തന്നെയാണ്. രണ്ട് കൊലപാതകങ്ങൾക്ക് പിന്നിലും ഒരേ തമിഴ്നാട് സ്വദേശി തന്നെയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തുടർച്ചയായി ഒരേ പാറ്റേണിൽ കൊലപാതകങ്ങൾ നടക്കുന്നത് നഗരവാസികളിലും തെരുവുവശങ്ങളിൽ അന്തി ഉറങ്ങുന്നവരിലും വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൊല്ലത്തെയും പാരിപ്പള്ളിയിലെയും കേസുകൾ വിശദമായി താരതമ്യം ചെയ്യുമ്പോൾ ഞെട്ടിക്കുന്ന സമാനതകളാണ് പോലീസിന് കണ്ടെത്താൻ സാധിക്കുന്നത്. സമൂഹത്തിലെ ഏറ്റവും അശരണരായ, പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യരെയാണ് പ്രതി തന്റെ ക്രൂരതയ്ക്കായി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ആരും ചോദിക്കാനില്ലാത്ത തെരുവു മനുഷ്യരെയാണ് പ്രതി ഇരകളാക്കുന്നതെന്ന വസ്തുത ഈ കൊലപാതകങ്ങളുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ വ്യക്തമാകും. കൊല്ലം നഗരമധ്യത്തിൽ ക്രൂരമായി കൊല്ലപ്പെട്ട മുണ്ടക്കൽ സ്വദേശി രാജേന്ദ്രൻ രാത്രികാലങ്ങളിൽ കടയ്ക്ക് മുന്നിലെ തിണ്ണയിൽ കിടന്നുറങ്ങി തെരുവിൽ തന്നെ കഴിയുന്ന സാധാരണക്കാരനായ ഒരു വയോധികനായിരുന്നു. എന്നാൽ പാരിപ്പള്ളിയിൽ കൊല്ലപ്പെട്ട രവീന്ദ്രനാകട്ടെ ആളൊഴിഞ്ഞ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിനകത്താണ് രാത്രി ഉറങ്ങാൻ കിടന്നത്. രണ്ടിടങ്ങളിലും സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ കിടന്നുറങ്ങുന്നവരെയാണ് പ്രതി കൃത്യമായി നിരീക്ഷിച്ചതും ആക്രമിച്ചതും. രണ്ട് കൊലപാതകങ്ങളും നടപ്പിലാക്കിയ രീതിയിലെ സമാനതയാണ് ഇതൊരു സീരിയൽ കില്ലറുടെ നീക്കമാണെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. ഉറക്കത്തിൽ കിടക്കുന്ന ഇരകളെ തികച്ചും അപ്രതീക്ഷിതമായി അതിക്രൂരമായ രീതിയിലാണ് പ്രതി ആക്രമിക്കുന്നത്. ഒച്ചവെക്കാനോ സ്വയം പ്രതിരോധിക്കാനോ പോലും ഇരകൾക്ക് സമയം നൽകാറില്ല. കൊല്ലത്തെയും പാരിപ്പള്ളിയിലെയും കൊലപാതകങ്ങൾ ഒരേ ശൈലിയിലാണ് പ്രതി നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് സ്ഥലങ്ങളിലും പോലീസ് ശക്തമായി സംശയിക്കുന്നത് ഒരേ തമിഴ്നാട് സ്വദേശിയെ തന്നെയാണ്. അടുത്ത കൊലപാതകം എവിടെയായിരിക്കുമെന്ന ചോദ്യം പോലീസിനെയും പൊതുജനങ്ങളെയും ഒരുപോലെ അലട്ടുന്നുണ്ട്. യാതൊരുവിധ വ്യക്തി വൈരാഗ്യവുമില്ലാതെ കേവലം മാനസിക വൈകൃതത്തിന്റെയോ ക്രൂര വിനോദത്തിന്റെയോ ഭാഗമായി തെരുവിൽ കഴിയുന്നവരെ ലക്ഷ്യമിട്ട് കൊലപാതക പരമ്പര നടത്തുന്നത് കൊല്ലം ജില്ലയിൽ വലിയ അങ്കലാപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ സുരക്ഷിതമായ വീടുകളിലല്ലാതെ വഴിയോരങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും കടത്തിണ്ണകളിലും അന്തി ഉറങ്ങുന്ന പാവപ്പെട്ട മനുഷ്യരിപ്പോൾ കടുത്ത ഭീതിയിലാണ് കഴിയുന്നത്. പ്രതിയെ എത്രയും വേഗം വലയിലാക്കിയില്ലെങ്കിൽ ഇനിയും ഇരകൾ ഉണ്ടായേക്കാമെന്ന ഭയം പോലീസിനുണ്ട്. കൊല്ലം ജില്ലയിൽ ആകെ ഭീതിയിൽ ആഴ്ത്തി ഒരേ പാറ്റേണിൽ തുടർച്ചയായ കൊലപാതകങ്ങൾ നടന്നിട്ടും പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്തത് സിറ്റി പോലീസിന് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അന്വേഷണം ഊർജിതമാക്കുമ്പോഴും പോലീസിന് മുന്നിലുള്ള തടസ്സങ്ങൾ ചെറുതല്ല. കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത് കൊല്ലം സിറ്റി പോലീസിന് വലിയൊരു തലവേദന തന്നെയാണ്. രണ്ട് കൊലപാതകങ്ങൾക്ക് പിന്നിലും ഒരേ തമിഴ്നാട് സ്വദേശിയാണെന്ന സൂചന ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രതിയെ പിടികൂടാൻ കൊല്ലം സിറ്റി പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മൊബൈൽ ഫോണോ സ്ഥിരമായ താവളങ്ങളോ ഉപയോഗിക്കാത്ത തെരുവശങ്ങളിൽ മാറി മാറി കഴിയുന്ന നാടോടി സ്വഭാവമുള്ള ആളായതുകൊണ്ട് തന്നെ പ്രതിയുടെ കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്തുക എന്നത് പോലീസിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. പ്രതിയെ എത്രയും വേഗം വലയിലാക്കാൻ എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. കൊലപാതകം നടന്ന സ്ഥലങ്ങളിലും സമീപ പ്രദേശങ്ങളിലെയും പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും കേന്ദ്രീകരിച്ച് പോലീസ് തങ്ങളുടെ അന്വേഷണം വിപുലമാക്കിയിട്ടുണ്ട്. സംശയാസ്പദ സാഹചര്യത്തിൽ കണ്ടെത്തിയ ദൃശ്യങ്ങളിലെ വ്യക്തി പ്രതി തന്നെയെന്ന് ഉറപ്പിക്കുന്നതിനായുള്ള ഫോറൻസിക് പരിശോധനകളും സൈബർ സെല്ലിന്റെ സഹായത്തോടെയുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. നഗരവാസികളുടെ ആശങ്ക കണക്കിലെടുത്ത് അതീവ പ്രാധാന്യത്തോടെയാണ് ആഭ്യന്തര വകുപ്പും പോലീസും ഈ കേസിനെ കാണുന്നത്. നിലവിൽ പ്രതിക്കായി പോലീസ് അന്വേഷണം വൻതോതിൽ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിലും നാടോടി സംഘങ്ങൾ തങ്ങുന്ന ഇടങ്ങളിലും പോലീസ് പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട്. പ്രതി ഉടൻ തന്നെ പോലീസ് വലയിലാകുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന.